ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ധ്യാന വിഷയം വിവാഹം ഐക്യത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആഘോഷം എന്നതാണ്. മാരേജ്, സെലിബ്രേഷൻ ഓഫ് യൂണിറ്റി ആൻഡ് പാർട്ട്ണർഷിപ്പ്. ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോനായി വായിക്കുന്ന ദൈവവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 19 വേഴ്സസ് ഫ്രം 4 to 6. ഒരു വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. 6-ാമത്തെ വാക്യം. ആകയാൽ അവർ ഇനി രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നാം ജീവിക്കുന്ന കാലഘട്ടം വിവാഹത്തെ പലതരത്തിൽ കാണുന്ന ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. ഒരു സാമൂഹികമായ ചടങ്ങായി കാണുന്നവരുണ്ട്, നിയമപരമായ കരാറായി കാണുന്ന ആളുകളുണ്ട്, ഒരു ആഘോഷമായി വിവാഹത്തെ കാണുന്നവരുണ്ട്, വ്യക്തിപരമായ സന്തോഷത്തിനായിട്ടുള്ള ബന്ധമായി കാണുന്നവരുണ്ട്. എന്നാൽ കർത്താവ് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോശയുടെ നിയമത്തിൽ നിന്നല്ല, സൃഷ്ടിയുടെ ആരംഭത്തിൽ നിന്നാണ് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, അതെ, അത് വലിയൊരു സത്യം നമ്മെ പഠിപ്പിക്കുകയാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവമാണ് കുടുംബം സൃഷ്ടിച്ചത് എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. വിവാഹം മനുഷ്യൻ്റെ ഒരു കണ്ടുപിടുത്തമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ ഉടമ്പടിയാണ്. മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ ജോൺ ഗോട്ട്മാൻ ഇങ്ങനെ പറയുന്നുണ്ട്, സന്തോഷകരമായ വിവാഹം അല്ലെങ്കിൽ സന്തോഷകരമായ കുടുംബം എന്നത് പ്രശ്നങ്ങളും വെല്ലുവിളികളും ഇല്ലാത്തതല്ല, മറിച്ച് പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ ഒരുമിച്ച് നേരിട്ട് അതിജീവിക്കുന്നതിലൂടെയാണ്. ഇന്നത്തെ സന്ദേശത്തിൽ വിവാഹത്തിൻ്റെ ആഘോഷം എന്നതിനെ, സെലിബ്രേഷൻ ഓഫ് യൂണിറ്റി എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവവചനത്തിനനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളുടെ ഗുണമേന്മ കൂട്ടാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഓർക്കാൻ ഇടയാകണം. ഒന്നാമതായി മാരേജ്, സെലിബ്രേഷൻ ഓഫ് ഡിവൈൻ കവനന്റ്. വിവാഹം ദൈവിക ഉടമ്പടിയുടെ ആഘോഷം. വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനം മത്തായിയുടെ സുവിശേഷം 19-ന്റെ 6-ാം വാക്യം ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. വിവാഹം ഒരു കോൺട്രാക്റ്റ് അല്ല, ഒരു കരാറല്ല, പിന്നെയോ അതൊരു ഉടമ്പടിയാണ്, കവനൻ്റാണ്. കരാറിൻ്റെ പ്രത്യേകത സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉടമ്പടി തീർച്ചയായും ദൈവവുമായുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുന്നതാണ്. ദൈവം ആദമിനെയും ഹവ്വയെയും യോജിപ്പിച്ചത് സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ജീവിത ദൗത്യത്തിനു വേണ്ടി കൂടെയാണ്. മനഃശാസ്ത്രത്തിലെ അറ്റാച്ച്മെൻറ്റ് തിയറി പ്രകാരം ഇങ്ങനെ പറയുന്നുണ്ട്, ജീവിത പങ്കാളി മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു സെക്യൂർ ബേസാണ്, സുരക്ഷിതമായ അടിത്തറയാണ്. അത്തരത്തിലാകുമ്പോഴാണ് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ചിന്തിക്കാൻ ഇടയാകണം, എന്ത് സംഭവിച്ചാലും ഞാൻ നിനക്കൊപ്പമുണ്ട്. ഇത് പരസ്പരമുള്ള ഒരു സുരക്ഷിതത്വം പകരുന്നതാണ്. മാനസിക ആരോഗ്യത്തിൻ്റെയും ദാമ്പത്യ സംതൃപ്തിയുടെയും ഒക്കെ അടിസ്ഥാനമാണ്. കുടുംബജീവിതത്തിൻ്റെ ഒരു ദൃശ്യ ആവിഷ്കാരം ഇത്തരത്തിൽ ഒരിക്കൽ കാണുന്നതിന് ഇടയായി. ഒരു ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോടെയാണ്. എന്നാൽ ഭാര്യ അദ്ദേഹത്തെ ഒട്ടും കുറ്റപ്പെടുത്താതെ കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ജോലി പോയത് ഇത് താൽക്കാലികമാണ്, എന്നാൽ നമ്മുടെ ജീവിതം ഒരിക്കലും കൈവിട്ടു പോയിട്ടില്ല, ദൈവം നമ്മോടൊപ്പമുണ്ട്. ആ വാക്കുകൾ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകി. ചില നാളുകൾക്ക് ശേഷം വീണ്ടും നല്ല ജോലി ലഭിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തെ ഉയർത്തിയത് ജോലിയല്ല, എൻ്റെ ശമ്പളമല്ല, പകരം എൻ്റെ പങ്കാളിയുടെ പ്രോത്സാഹനവും വിശ്വസ്തതയുമാണ് മുൻപോട്ട് ഫലകരമായ കുടുംബജീവിതം നയിക്കുന്നതിന് ഇടയായത്. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷ എന്നത് സാമ്പത്തിക സുരക്ഷയല്ല, പിന്നെയോ ബന്ധത്തിൻ്റെ സുരക്ഷയാണ്.
ദൈവവചനത്തിൽ ഹോശയുടെയും ഗോമറിൻ്റെയും ഒക്കെ ബന്ധം ഹോശയുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാനായിട്ടിടയാകും. അതെ, അവരുടെ കുടുംബജീവിതത്തിൻ്റെ പരസ്പരമുള്ള ഗുണമേന്മ, ശക്തി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം തൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നതുപോലെ ദാമ്പത്യവും പ്രതിബദ്ധതയുടെ മേൽ പണിയപ്പെടണം. അപ്പോഴാണ് അനുഗ്രഹീതമായി തീരുന്നത്. രണ്ടാമതായി, മാരേജ് ഓർ ഫാമിലി ഇസ് എ സെലിബ്രേഷൻ ഓഫ് ട്രൂ ലവ്. നമ്മുടെ കുടുംബം, വിവാഹം എന്നത് തീർച്ചയായും സ്നേഹത്തിൻ്റെ ആഘോഷമാണ്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 13-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹത്തിൻ്റെ കൃത്യമായ നിർവചനങ്ങൾ ആ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഥാർത്ഥ സ്നേഹം എന്നത് ഒരു ഫീലിംഗ് അല്ല, ഒരു വികാരമല്ല, പിന്നെയോ അതൊരു തീരുമാനമാണ്. വിവാഹ ദിവസത്തിലെ സ്നേഹ പ്രഖ്യാപനം മാത്രം പോരാ. ഓരോ ദിവസവും ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ സ്നേഹം പ്രകടമാകണം. സ്നേഹം പ്രകടമാകുമ്പോഴാണ് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഡോക്ടർ ഗാരി ചാപ്മാൻ്റെ 5 ലവ് ലാംഗ്വേജസ് എന്ന ബുക്ക് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ലവ് ലാംഗ്വേജസ് ഇങ്ങനെയൊക്കെയാണ്. 1, പ്രോത്സാഹനം നിറഞ്ഞ വാക്കുകൾ, സമയം പങ്കുവയ്ക്കുന്നത്, പരസ്പരം സഹായിക്കാൻ പ്രവൃത്തികളിലൂടെ സ്നേഹം കൈമാറുന്നത്, വിശേഷ അവസരങ്ങളിലെ സമ്മാനങ്ങൾ, സ്നേഹസ്പർശം പരസ്പരം നൽകുന്നത്, ഇവയൊക്കെ സ്നേഹത്തിൻ്റെ ഭാഷയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേ, ഓരോ വ്യക്തിക്കും സ്നേഹം പ്രകടിപ്പിക്കുന്ന, സ്നേഹം അനുഭവിക്കുന്ന വ്യത്യസ്ത വഴികളാണ് ഈ ലവ് ലാംഗ്വേജസ്. ഒരാളുടെ സ്നേഹഭാഷ മനസ്സിലാക്കുന്നത് തീർച്ചയായും കുടുംബജീവിതത്തിൻ്റെ, വിവാഹത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിന് ഇടയാകും. ഒരിക്കൽ ഒരു ഭാര്യ പങ്കാളിയെക്കുറിച്ച് കൗൺസിലിങ്ങിൽ ഇങ്ങനെ പങ്കുവയ്ക്കുന്നതിനിടയായി, എൻ്റെ ഭർത്താവ് എനിക്ക് വില കൂടിയ ആഭരണങ്ങൾ വാങ്ങിത്തരും, പക്ഷേ എന്നോടൊപ്പം അല്പസമയം പോലും അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഭർത്താവ് മറുപടി പറഞ്ഞു, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് അവൾക്ക് വേണ്ടിയാണ്, അവൾക്ക് വിലയേറിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഈ പങ്കാളി പറയുകയാണ്, അതെ, എനിക്ക് മനസ്സിലാകുന്ന സ്നേഹം ഇങ്ങനെ സമ്മാനങ്ങൾ, വിലയേറിയത് നൽകുന്നതിനേക്കാളും അല്പസമയം എന്നോടൊപ്പം ഇരിക്കുന്നതാണ്. അതെ, ആ സ്നേഹത്തിൻ്റെ ഭാഷ എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് കുടുംബജീവിതം ഗുണമേന്മയുള്ളതായി തീരുന്നത്. ഇവിടെ സ്നേഹം പ്രകടിപ്പിച്ച ഭാഷ വ്യത്യസ്തമായി എന്നതാണ്. എന്നാൽ പിന്നീട് അവർ തീരുമാനിച്ചു, എല്ലാ ദിവസവും മുഖത്തോട് മുഖം അല്പസമയം നോക്കിയിരുന്ന് പരസ്പരം സംസാരിക്കാൻ, പങ്കുവയ്ക്കുവാൻ, അനുഭവങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് സമയം കണ്ടെത്തിയപ്പോൾ അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഗുണമേന്മ വളരെയധികം വർദ്ധിക്കുന്നതിനിടയായി എന്ന് പിന്നീട് അനുഭവം പങ്കുവച്ചപ്പോൾ പറഞ്ഞു. അതേ, സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കുടുംബജീവിതം, വിവാഹം കൂടുതൽ ആഘോഷമായി തീരുന്നതിന്, സന്തോഷമായി തീരുന്നതിന് ഇടയായിത്തീർന്നു. ദൈവവചനത്തിൽ വ്യത്യസ്ത കുടുംബങ്ങളെ നാം കാണുന്നുണ്ട്. രൂത്തിൻ്റെ പുസ്തകത്തിൽ രൂത്തും ബോവസും ഉൾപ്പെട്ട കുടുംബത്തെക്കുറിച്ച് കാണുന്നു. ബോവസ് സ്നേഹം വാക്കുകളിൽ മാത്രം പ്രകടിപ്പിക്കുന്ന ആളായിട്ടല്ല, സംരക്ഷണത്തിലൂടെ, കരുതലിലൂടെ, ബഹുമാനത്തിലൂടെ പ്രകടിപ്പിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെ, തീർച്ചയായിട്ടും സ്നേഹം പറയേണ്ടതായിട്ടുണ്ട്, എന്നാൽ അതിലും ഏറെ സ്നേഹം ജീവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം സ്നേഹത്തിൻ്റെ ആഘോഷമായിട്ട് തീരുന്നത്. മൂന്നാമതായിട്ട്, വിവാഹം സെലിബ്രേഷൻ ഓഫ് ഷെയറിങ് വിത്തൗട്ട് ലിമിറ്റ്സ്. സ്നേഹം പങ്കുവയ്ക്കലിൻ്റെ, പരിധികളില്ലാതെ ജീവിതം പങ്കുവയ്ക്കലിൻ്റെ ആഘോഷമാണ് വിവാഹം. വിശുദ്ധ വേദപുസ്തകത്തിൽ 19-ന്റെ 6-ാം വാക്യത്തിൽ, ഇനി അവർ രണ്ടല്ല ഒരു ദേഹമത്രേ, ഒരു പങ്കുവയ്ക്കലിൻ്റെ വലിയൊരു മിസ്റ്ററിയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദേഹം എന്നത് പങ്കുവയ്ക്കലിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. സന്തോഷം പങ്കുവയ്ക്കുക, ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ പരസ്പരം പങ്കുവയ്ക്കുക, ദുഃഖങ്ങൾ പങ്കുവയ്ക്കുക, ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കുക, സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളൊക്കെ പരസ്പരം മനസ്സിലാക്കുക, പ്രാർത്ഥന പങ്കുവയ്ക്കുക, സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുക, ഇങ്ങനെ എല്ലാം പങ്കുവയ്ക്കുവാനുള്ള തുറവി ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബജീവിതം പങ്കുവയ്ക്കലിൻ്റെ ഒരു ആഘോഷമായി തീരുകയാണ്. ഫാമിലി സിസ്റ്റം തിയറി ഇങ്ങനെയാണ് പറയുന്നത്, വി എന്ന ബോധം ശക്തമായ ദാമ്പത്യത്തിൻ്റെ അടയാളമാണ്. ഞാൻ എന്ന നിലയിൽ നിന്ന്
നമ്മൾ എന്ന നിലയിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇടയായി തീരുമ്പോൾ തീർച്ചയായും നമ്മുടെ കുടുംബജീവിതം കുറേ കൂടെ സന്തോഷത്തിൻ്റെ ഇടമായി തീരും. ഒരു കുടുംബത്തിൽ ഭാര്യ മാത്രമാണ് എല്ലായ്പ്പോഴും വീട്ടുജോലികൾ ചെയ്തിരുന്നത്. ഒരു ദിവസം അവൾ ക്ഷീണിച്ച് കരഞ്ഞു. ഭർത്താവ് അപ്പോൾ അത് മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ പണമൊക്കെ സമ്പാദിക്കുന്നു, കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്, എന്നാൽ ജീവിതം പങ്കുവയ്ക്കുന്നില്ല. അന്നു മുതൽ അദ്ദേഹം ഒപ്പം നിൽക്കാനും സപ്പോർട്ട് ചെയ്യുവാനും ഭവനത്തിലെ ജോലികളിലൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഒപ്പം നിൽക്കാനും സഹായിക്കാനും ഒക്കെ ഇടയായി തീർന്നു. കുട്ടികളുടെ പഠനം ഇരുവരും ചേർന്ന് നോക്കാനായിട്ടിടയായി. അവരൊരുമിച്ച് കൈപിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവരുടെ കുടുംബജീവിതം, വർഷങ്ങൾക്ക് ശേഷം അവരുടെ മക്കൾ സ്കൂളിൽ ഇങ്ങനെ എഴുതി, എൻ്റെ മാതാപിതാക്കൾ ഒരുമിച്ച് ചിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട് മനോഹരമായി തീരും. അതേ മറ്റൊരു കുടുംബത്തിൻ്റെ ഉദാഹരണം ഇങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഭാര്യ രോഗിയായി, ഞാൻ വെല്ലൂരിൽ പ്രവർത്തിക്കുന്ന കാലത്താണ്, ചികിത്സയിൽ കഴിയുകയാണ്. ഭർത്താവ് അവളുടെ കൈ പിടിച്ച് ഇരുന്നു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ല, ഈ രോഗം നിൻ്റേതല്ല, നമ്മുടേതാണ്, നമുക്ക് ഒരുമിച്ച് നേരിടാം, നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നേരിടാം. ആ വാക്കുകൾ മരുന്നിനേക്കാൾ ആ ഭാര്യയ്ക്ക് ആശ്വാസമായി. ദൈവവചനത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ 18-ാം അധ്യായത്തിൽ അക്വിലായെക്കുറിച്ചും പ്രിസ്കില്ലയെക്കുറിച്ചും നമ്മൾ കാണുന്നുണ്ട്. അതെ, അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു, ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തു, ഒരുമിച്ച് സഭയെ സേവിച്ചു. അതെ, അവരുടെ കുടുംബജീവിതം, വിവാഹം പങ്കാളിത്തത്തിൻ്റെ ഉത്തമ മാതൃകയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, ചില നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കട്ടെ നമ്മുടെ കുടുംബജീവിതം കുറേ കൂടെ അനുഗ്രഹീതമായി തീരാൻ. ഒന്ന്, ഒരു ദിവസം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഒരുമിച്ച് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിക്കാനായിട്ട് സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് ഗുണമേന്മ അല്പം കൂടെ വർദ്ധിപ്പിക്കാം. പരസ്പരം നമുക്ക് വിമർശനങ്ങളൊക്കെ പറയാൻ ഉണ്ടാകാം, എന്നാൽ അതിനേക്കാൾ ഉപരി ആദ്യം പരസ്പരം പ്രശംസിക്കാനായിട്ട് പഠിക്കുക, നന്മ കാണാനായിട്ട് പഠിക്കുക. 3, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സമയം നിശ്ചയിക്കുക, ഒരുമിച്ച് ഇരിക്കാനും ഒരുമിച്ച് പുറത്തു പോകാനും ഒരുമിച്ച് അല്പസമയം ചിലവഴിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക. 4, സാമ്പത്തിക കാര്യങ്ങൾ തുറന്ന് പങ്കുവയ്ക്കുക. കുടുംബ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കുക. ഞാൻ എന്നതിനേക്കാൾ നമ്മൾ എന്ന ഭാഷ കുടുംബത്തിൽ കൂടുതലായി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡിഫറൻസസ് ഒത്തിരി ഉണ്ടാകും, എന്നാൽ വ്യത്യാസങ്ങളെ കാണുന്നതിനേക്കാൾ ഉപരി നന്മകളെ കാണാൻ തീർച്ചയായിട്ടും ഇടയാകുമ്പോൾ, വ്യക്തിത്വത്തിലെ നന്മകളെ കണ്ട് അതിനെ അഭിനന്ദിക്കാൻ ഇടയായിത്തീരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിവാഹം ഒരു ആഘോഷം, കുടുംബജീവിതം ഒരു ആഘോഷമായി തീരുന്നതിന് ഇടയായിത്തീരും. കുടുംബജീവിതം, വിവാഹം എന്നത് ഒരു ദിവസത്തെ ആഘോഷമല്ല. ഓരോ ദിവസവും ദൈവിക ഉടമ്പടി പുതുക്കപ്പെടുമ്പോൾ, യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, പരിധികളില്ലാതെ ജീവിതം പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും ആഘോഷമായി തീരും. വിവാഹം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ജീവനുള്ള സാക്ഷ്യമായി തീരുന്നതിന് ഇടയായിത്തീരും. അതെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളോട് നമുക്ക് ഈ 3 ചോദ്യങ്ങൾ നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാം. അതെ ദൈവമേ, ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ വിവാഹം ദൈവിക ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞങ്ങളുടെ വിവാഹം, ഞങ്ങളുടെ കുടുംബം തീർച്ചയായിട്ടും സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ഇടയാകുന്നുണ്ടോ? ഞങ്ങളുടെ കുടുംബം എല്ലാ ജീവിതത്തിൻ്റെ മേഖലകളിലും യഥാർത്ഥമായി പങ്കാളികളായി പങ്കുവയ്ക്കപ്പെടുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച്, നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ച് ഈ പ്രാർത്ഥന തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനിടയാകണം. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ വിവാഹത്തെ ഒരു ചടങ്ങായി മാത്രമല്ല, ദൈവിക ഉടമ്പടിയുടെ വിശ്വസ്ത സാക്ഷ്യമായും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഭവനമായും പരിധികളില്ലാത്ത പങ്കുവയ്ക്കലിൻ്റെ വിശുദ്ധ കൂട്ടായ്മയായും രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ഭവനങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി തീരുന്നതിന് ഇടയായിത്തീരും. ഇത്തരത്തിൽ അനുഗ്രഹീതമായ ആഘോഷമായി നമ്മുടെ വിവാഹത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ മാറ്റുന്നതിന് ഈ വചനധ്യാനം മുഖാന്തരമാകട്ടെ. കുടുംബത്തിൻ്റെ നാഥനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.